അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിത്യജീവിതത്തിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ ഒറ്റമൂലിയാണ് പറയുന്നത്. വീഡിയോ ശ്രദ്ധിച്ചു മനസ്സിലാക്കി ക്ഷമയോടെ കാണുക. അറിവുകൾ അറിയാത്തവർക്ക് നല്ല നിയ്യത്തോടെ മാത്രം ഷെയർ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഈസിയായി ചെയ്യാൻ പറ്റുന്ന, പതിവാക്കിക്കൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമാണ് പറയുന്നത്. സാമ്പത്തികമായി വിഷമിച്ചു കഴിയുന്ന ഒട്ടേറെ പേർ നമ്മുടെ കുടുംബത്തിൽ ഉണ്ട്. കടം കൊണ്ട് വലയുന്നവർ, വാടക വീട്ടിൽ കഴിയുന്നവർ, പലിശ കടം നിറഞ്ഞവർ, ജോലിയില്ലാതെ വലയുന്നവർ, സമ്പത്തിൽ ബർക്കത്തില്ലാത്തവർ, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു കാക്കട്ടെ, ആമീൻ. പ്രിയരെ, അനുവദനീയമായ ധനസമ്പാദ്യ മാർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് സത്യവിശ്വാസിയുടെ ചര്യയാണ്. മഹാനായ ഷേഖ് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ പറയുന്നു, നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ സാമ്പത്തിക സ്രോതസ് ലഭ്യമാവാനും ഐശ്വര്യ മാർഗം തുറക്കപ്പെടാനും ഈ പറയുന്ന കാര്യം നിത്യമാക്കുക. എല്ലാ ദിവസവും ളുഹാ നിസ്കാരത്തിന്റെയോ അല്ലെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുന്ന ഏതെങ്കിലും സുന്നത്ത് നിസ്കാരത്തിന് ശേഷമോ, അതായത് ഏതെങ്കിലും 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുക. ശേഷം അല്ലാഹുവിന്റെ മഹത്തായ നാമം യാ വാസിഉ യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ്, യാ വാസിഉ യാ അല്ലാഹ് എന്ന ദിക്ർ 137 തവണ 137 തവണ 2 കൈയും ഉയർത്തി ചൊല്ലുകയും ശേഷം കൈകൾ കൊണ്ട് മുഖം തടവുകയും ചെയ്യുക. ഇങ്ങനെ ദിവസവും ചെയ്യുന്നവർക്ക് ആവശ്യമായ ധനസമ്പാദ്യ മാർഗം വിശാലമായി കിട്ടുന്നതാണ്. പ്രിയപ്പെട്ടവരെ, യാ വാസിഉ എന്നാൽ അതിവിശാലൻ എന്നാണ് അർത്ഥം. മഹാനായ ഖിളർ നബി അലൈഹിസ്സലാം ഈ നാമത്തെ ധാരാളമായി ചൊല്ലിയിരുന്നതായി കിതാബിൽ കാണാം. എല്ലാവരും പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.